ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ശിവാമി ദേവസ്യ, CSI ഓൾ സെയിന്റ് ചർച്ച് കളമശ്ശേരി സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 162 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 91 സങ്കീർത്തനം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ബോംബുകളെ അതിജീവിക്കുന്ന ഭൂഗർഭ അറകളോ ബാങ്കിന്റെ അറകളോ? എന്നാൽ 91 സങ്കീർത്തന പ്രകാരം ഏറ്റവും വലിയ സുരക്ഷിതമായ സ്ഥലം ഒരു നിഴലാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. തന്റെ ഉറവുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഇതിനർത്ഥം എന്താണ്? യെരുശലേം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് 2 കേരൂബുകൾ കൃപാസനത്തെ മൂടി നിൽക്കുന്നു. അവയുടെ ചിറകുകൾ തമ്മിൽ തമ്മിൽ ചേർന്നിരിക്കും. ചിറകിൻ കീഴിൽ എന്നാൽ രക്തം തളിക്കപ്പെടുന്ന സ്ഥലം, ദൈവ തേജസ് നിറഞ്ഞിരിക്കുന്ന സ്ഥലം, കൃപാസനം എന്നർത്ഥം. അതിവിശുദ്ധ സ്ഥലമാണ് ദൈവത്തിന്റെ സിംഹാസനം. അതാണ് ദൈവിക തേജസ്സിന്റെ സ്ഥലം. വേറൊരു അർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ദൈവിക കൂട്ടായ്മയാണ്. വർഷത്തിൽ ഒരു ദിവസം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലം സന്ദർശിക്കുന്നത് പോലെയല്ല, പ്രത്യേക അതിവിശുദ്ധ സ്ഥലത്ത് പാർക്കുകയാണ്. സങ്കീർത്തനക്കാരൻ നമ്മെ തിടുക്കപ്പെടുത്തുന്നു, അതിവിശുദ്ധ സ്ഥലത്ത് പാർക്കുക. എബ്രായർ 10 അധ്യായപ്രകാരം ദൈവസന്നിധിയിൽ വരുവാനും കേരൂബുകളുടെ ചിറകിൻ കീഴിൽ കൃപാസനത്തിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുവാനുള്ള ഒരു ക്ഷണമുണ്ട്. ഇവിടെയാണ് ദൈവം നമ്മോട് സംസർഗം ചെയ്യുന്നത്. ഇവിടെ ദൈവിക തേജസ് വെളിപ്പെടുന്നു. അവന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നു. തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തുന്നു. നിന്റെ നിഴൽ ആർക്കും ഒരു സംരക്ഷണമല്ല, എന്നാൽ അത് സർവശക്തന്റെ നിഴലാകുമ്പോൾ അത് ശക്തമായ ഒരു സംരക്ഷണമാകുന്നു. അത്യുന്നതന്റെ നിഴലിന് കീഴിൽ അതിവിശുദ്ധ സ്ഥലത്ത് പാർക്കുക. ദൈവം നമ്മെ തന്നോട് കൂടെ കൂട്ടമായി ക്ഷണിക്കുന്നു, അഥവാ അതിവിശുദ്ധ സ്ഥലത്ത് പാർപ്പാൻ ക്ഷണിക്കുന്നു. എത്ര വലിയ ക്ഷണമാണ്! നിങ്ങൾക്ക് അവന്റെ സാന്നിധ്യത്തിലേക്ക് വരാം. അവന്റെ കരുണയും നിർദ്ദേശവും സംരക്ഷണവും സ്വീകരിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ നിഴലിന് കീഴിലാണോ ജീവിക്കുന്നത്? ഞങ്ങളെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവമേ, ഇത്രത്തോളം അടിയങ്ങളെ നടത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ജീവിതയാത്രയിൽ അങ്ങ് നിഴലായി ഉണ്ടായിരിക്കണമേ. അന്ത്യത്തോളം അങ്ങയുടെ ചിറകിൻ കീഴിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.